അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് ദീപാവലി വരാൻ പോവാണ്. അപ്പോൾ ഇനിയുള്ള ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് ദീപാവലിയുടെ സ്പെഷ്യൽ റെസിപ്പീസ് ഇടാം. അപ്പോൾ ദീപാവലിയുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുമ്പോൾ വേറെ എന്താ, സ്വീറ്റ്സ് തന്നെയല്ലേ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ദീപാവലി മിഠായി എന്ന് പറയില്ല, ബേക്കറിയിലൊക്കെ എപ്പോഴും ആ ഒരു സമയത്ത് കിട്ടുന്നതാണ്. അപ്പം അതുപോലെ ഒരു സ്വീറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഈ വർഷത്തെ ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ റെസിപ്പി. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി വെച്ചിട്ടുള്ള ഒരു സ്വീറ്റാണ്. പിന്നെ എന്താ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല, സ്റ്റവ് ഓൺ ചെയ്യേ വേണ്ട, ജസ്റ്റ് മിക്സിംഗ് ഒക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സ്വീറ്റ് തന്നെയാണ്. നമുക്ക് വേഗം തന്നെ പോയി നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1.5 കപ്പ് പാൽപ്പൊടി, പിന്നെ പഞ്ചസാര പൊടിച്ചതാണ് 1/4 കപ്പ്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്, 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യം നോക്കിയിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ പിസ്ത ആണെങ്കിൽ പിസ്ത, അല്ലെങ്കിൽ ബദാമും ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ പാലിപ്പോൾ ഞാനൊരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു നോക്കി എത്രയാണ് വേണ്ടത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, ഇതും 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് പാൽപ്പൊടി ഇടാം, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതുപോലെ പഞ്ചസാര വേണമെങ്കിൽ കുറച്ച് അളവ് കുറയ്ക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിന് മധുരം ഉള്ളതാണ് പാൽപ്പൊടിക്ക്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ഇനി ഏലക്ക പൊടിച്ചത് ചേർക്കാം, ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് അങ്ങനെ ഒരുപാട് ദിവസം നിൽക്കൂല, അതുകൊണ്ടാണ് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. പിന്നെ ഇങ്ങനത്തെ ഇപ്പോൾ ഉള്ള സ്വീറ്റ്സിനൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ ചേർക്കാറുള്ളതാണ്. നമുക്ക് വീട്ടിലും ഇതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പം ഇത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ അങ്ങ് കുഴച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് ഒരു പോർഷൻ നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ കൊക്കോ പൗഡറും അതുപോലെ തന്നെ കാഷ്യൂനട്ട് പൊടിച്ചതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു 1/4 പോർഷൻ നമുക്ക് മാറ്റി വേറെ ഒന്ന് വെക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ കുഴച്ച് കൊടുക്കാം. അപ്പം ഇത്ര നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പരത്തി കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് കുറച്ചൊരു ഗീ ആക്കിയിട്ടാണ് പരത്താം. അപ്പം ഇനി ഇത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമ്മളിനി കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്, അതുപോലെ തന്നെ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാറ്റി വെച്ച അതും നല്ലപോലെ കൊക്കോ പൗഡറും നട്ട്സും ഒക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് പരത്തി കൊടുക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ പേപ്പറിലാണ് പരത്തി കൊടുക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് കുറച്ചൊരു ഓയിലോ അല്ലെങ്കിൽ നെയ്യൊക്കെ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പറ്റാതെ കിട്ടും. അപ്പം ഇനി ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു തരത്തിലാണ് പരത്തി കൊടുക്കുന്നത് കേട്ടോ. ഇനി ജസ്റ്റ് ഇത് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതുണ്ടല്ലോ നമ്മളെ ബട്ടർ പേപ്പർ, ആ ബട്ടർ പേപ്പറോട് കൂടിയിട്ട് ഇതിങ്ങനെ മേലോട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മേലോട്ടാക്കിയിട്ട് റൗണ്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് നമ്മൾ തിന്നാക്കി കൊടുക്കാൻ പോവാണ്. ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ പരത്തി കുറച്ചുകൂടെ നീളമാക്കി എടുക്കാൻ പോവാണ്. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക്
നീട്ടി എടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ പരത്തി ഇതാ ഇത്രയും നീളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബട്ടർ പേപ്പർ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചു കൊടുക്കുകയാണേ. പിന്നെ സെൻറ്ററിൽ കണ്ടില്ല ഇങ്ങനെ വരും. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ നീട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അലുമിനിയം ഫോയിലിൽ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ആണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. ഇതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ഇന്നത്തെ സ്പെഷ്യൽ സ്വീറ്റ് എന്ത് എളുപ്പത്തിലാണ് ഉണ്ടാക്കി കഴിഞ്ഞത്. നമ്മൾ സ്റ്റവ് കത്തിക്ക പോലും ചെയ്തിട്ടില്ല അല്ലേ. പാൽപ്പൊടി ഉണ്ടെങ്കിൽ സംഭവം റെഡിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയാലോ ഒന്ന് റോള് പോലെ ആക്കിയിട്ട് ആ കൊക്കോ പൗഡറെല്ലാം മിക്സ് ചെയ്തിട്ട് റോള് പോലെ ആക്കിയിട്ടാണ് അങ്ങനെയാണ് ചെയ്തെടുത്തത്. അതിന് പകരം രണ്ടും പരത്തിയെടുത്ത് നമ്മൾ റോളെല്ലാം കിട്ടൂലേ, സ്വിസ് റോളൊക്കെ കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനിയിപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നടുവിലുള്ള ഫില്ലിങ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അതിൽ വേറെ നട്ട്സ് പിസ്തയൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയുള്ള വേരിയേഷനൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. എന്തായാലും ഒരു അടിപൊളി സ്വീറ്റ് ആണ്. അപ്പോൾ ഈ ദീപാവലിക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.